ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് ഒട്ടും സ്നേഹം കാണിക്കാതെ ക്രൂരമായി പെരുമാറുന്നവരെക്കുറിച്ച് നമ്മൾ പറയുക അവരുടെ നെഞ്ചിൽ, ഹൃദയത്തിൽ കരിങ്കല്ലാണ് എന്ന്. ആന്തരിക മനോഭാവങ്ങളും ചിന്താഗതികളുമൊക്കെയാണ് ബാഹ്യപ്രവൃത്തികളിലൂടെ പുറത്തു വരിക. ഹൃദയത്തിൽ അശുദ്ധമായ വിചാരവികാരങ്ങളുള്ള ഒരു വ്യക്തി അശുദ്ധമായ പ്രവൃത്തികളിലൂടെ സ്വയം അശുദ്ധനാക്കുന്നു, മറ്റുള്ളവരുടെ ബന്ധങ്ങളും അശുദ്ധമാക്കുന്നു. സ്വാർത്ഥതയും വെറുപ്പും വിദ്വേഷമൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ അതനുസരിച്ചായിരിക്കും ആ വ്യക്തി പെരുമാറുന്നത്. ആ വ്യക്തിയെ സമീപിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയെന്നും വരാം. എല്ലാവർക്കും ചെവിയുണ്ട്, കേൾക്കാൻ സാധിക്കും. പക്ഷേ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ കേൾക്കാനും സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം മാംസളമായിരിക്കണം. ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകുമെന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈശോയുടേതുപോലുള്ള ഒരു മാംസളമായ ഹൃദയം നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.